മറ്റൊരു പ്രത്യേകത, ഇവനെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആളെ മനസ്സിലായി. നമ്മൾ തൊട്ടടുത്ത തൃശ്ശൂർ ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന്, മാള പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ വർഷങ്ങളോളം കാണാതായിട്ടുള്ള പിടികുറ്റാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഒരു മോഷ്ടാവായിരുന്നു ആ വ്യക്തി എന്നുള്ളതാണ് കാര്യം. This news is sponsored by നിങ്ങൾക്ക് കലർപ്പില്ലാത്ത ഫുഡ് കഴിക്കണോ? വരൂ അഷ്ടമിച്ചിറ അൽബുസ്ഥാനിലേക്ക്. MP മുഹമ്മദ് റാഫി 1966 തൃശൂർ ജില്ലയിൽ പൊയ്യ പഞ്ചായത്തിൽ മാള പള്ളിപ്പുറം ദേശത്ത് മണ്ണാന്തറ പരീക്കുട്ടിയുടെയും നെബീസയുടെയും മകനായി ജനിച്ചു. മാള CMS സ്കൂൾ, സെയിന്റ് ആന്റണീസ് ഹൈസ്കൂൾ, ശാന്തപുരം കോളേജ്, KKTM കോളേജ്, ഷിമോഗ ശ്രീകൃഷ്ണ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് എന്നിവിടങ്ങളിൽ പഠനം പൂർത്തിയാക്കി. 1990 പോലീസ് കോൺസ്റ്റബിളായി തൃശൂർ ആംഡ് പോലീസ് ട്രെയിനിംഗ് ക്യാമ്പിൽ ട്രെയിനിംഗ് പൂർത്തിയാക്കി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മികച്ച കുറ്റാന്വേഷകനുള്ള അവാർഡ് നേടി. കേരള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ, കേരള സംസ്ഥാന പോലീസ് മേധാവിയുടെ 3 ബാഡ്ജ് ഓഫ് ഓണർ, പ്രശംസാപത്രം, ക്യാഷ് റിവാർഡ്, CBI ചെന്നൈ യൂണിറ്റിന്റെ ക്യാഷ് റിവാർഡ് തുടങ്ങി 320ഓളം റിവാർഡുകൾ നേടിയിട്ടുണ്ട്. 2022 ഏപ്രിലിൽ ഇദ്ദേഹം സർവീസിൽ നിന്നും വിരമിച്ചു. ഇദ്ദേഹം ഇനി മുതൽ തന്റെ കുറ്റാന്വേഷണ വഴികളിലെ ഓർമ്മക്കുറിപ്പുകൾ പങ്കുവയ്ക്കുവാൻ മാള ലൈം ലൈറ്റ് ന്യൂസിലൂടെ ശനിയാഴ്ചകളിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു. കാണാൻ മറക്കരുത് MP മുഹമ്മദ് റാഫിയുടെ കുറ്റാന്വേഷണ യാത്രകൾ. നമസ്കാരം. ഇപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂരിൽ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന നിഴൽ ഡിറ്റക്റ്റീവ് എന്ന സ്ഥാപനം നടത്തുകയാണ്. സർവീസിന് ശേഷം ഞാൻ എഴുതിയ എൻ്റെ അനുഭവക്കുറിപ്പുകളാണ് എൻ്റെ കുറ്റാന്വേഷണ യാത്രകൾ എന്നത്. അത് ഗ്രീൻ ബുക്സാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ലൈം ലൈറ്റ് ന്യൂസ് ചാനലുമായിട്ട് ഒത്തൊരുമിച്ചുകൊണ്ട് എൻ്റെ കുറ്റാന്വേഷണ യാത്രകൾ ഓരോന്ന് ജനങ്ങളുടെ അറിവിലേക്കായി പറയുകയാണ്. നിങ്ങളത് കേൾക്കണമെന്നും ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന് അറിവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് ഞങ്ങൾ തയ്യാറായത്. ധാരാളം സ്റ്റോറികളുണ്ടെങ്കിലും ഇത് സ്റ്റോറി എന്ന് ഒരു തരത്തിൽ സ്റ്റോറി എന്ന് പറയാമെങ്കിലും എൻ്റെ പോലീസ് ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ആ പോലീസ് ജീവിതത്തിൻ്റെ യാത്രയിലുണ്ടായിട്ടുള്ള ഓരോ സംഭവങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് 1999 ഒരു അന്വേഷണത്തിൻ്റെ കഥയാണ്. ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ധാരാളം മോഷണങ്ങൾ, കളവുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രത്യേകമായിട്ട് എനിക്ക് ഓർമ്മയിൽ വരുന്ന ഒരു സംഭവമാണ് കൊല്ലാട്ടി അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് രാത്രിയിൽ മോഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വിലപിടിപ്പുള്ള ധാരാളം സാധനങ്ങൾ മോഷണം പോയിരുന്നു. ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷണം പോയിരുന്നു. അതിൻ്റെ കൂടെ വിലപിടിപ്പുള്ള ഡ്രസ്സുകളും മോഷണം നടത്തിയിരുന്നു. ഇത്തരത്തിലുള്ള ധാരാളം മോഷണങ്ങൾ ആ കാലഘട്ടം അടുത്തടുത്ത ദിവസങ്ങളിൽ നടന്നത് പോലീസിന് ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ആ വീട്ടിൽ നിന്ന് തന്നെ ഇന്ദിരാ വികാസ് പത്ര, പഴയകാലത്ത് പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് ഒരു സേവിങ്സിനായിട്ട് എടുത്തു വയ്ക്കുന്ന സാധനമാണ്. ആ ഇന്ദിരാ വികാസ് പത്ര അവിടെ നിന്ന് മോഷണം പോയിരുന്നു. അതിൻ്റെ ഉടമസ്ഥൻ ഈ മോഷണം പോയ വിവരങ്ങൾ പോസ്റ്റ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ദിവസം ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇരിഞ്ഞാലക്കുട കൺട്രോൾ റൂമിലേക്ക് ഒരു ഫോൺ വരികയാണ്. മോഷണം ചെയ്യപ്പെട്ട ഇന്ദിരാ വികാസ് പത്ര വിൽപ്പനയ്ക്കായിട്ട് ഒരാൾ കൈമാറുന്ന ഒരാൾ വന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുകയാണ്. ഉടനെ തന്നെ പോലീസ്
അവിടെ എത്തിയപ്പോഴേക്കും ഇന്ദിരാ വികാസ് പത്ര വിൽക്കാൻ വന്ന ആൾ രക്ഷപ്പെട്ടിരുന്നു. ഈ സമയം ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഞങ്ങളെ സ്ക്വാഡിലുണ്ടായിരുന്ന ആരും സ്ഥലത്തുണ്ടായിരുന്നില്ല. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുട എത്തിയപ്പോഴാണ് ഇങ്ങനെ മോഷണം ചെയ്യപ്പെട്ട ഇന്ദിരാ വികാസ് പത്ര വിൽക്കാൻ ഒരാൾ വന്നിട്ടുണ്ടായി എന്നും അദ്ദേഹം ഓടി രക്ഷപ്പെട്ടതായിട്ടും പറയുന്നത്. വളരെയധികം സങ്കടമായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം മോഷണങ്ങൾ നടത്തിയ സംഭവങ്ങളുണ്ടായിട്ട് ഒരു തുമ്പായിരുന്നു നമുക്ക് കിട്ടിയത്, നഷ്ടപ്പെട്ടു പോയി. ഉടനെ തന്നെ അവിടെ ഈ പോയ ആളുകളെക്കുറിച്ച്, നമ്മൾ ഈ വന്ന ആളെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെന്നുള്ള ഉദ്ദേശത്തിൽ അവിടെയുള്ള പരിസരത്തുള്ള ആളുകളൊക്കെ ചോദിച്ചു, ഇങ്ങനെ ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. ആർക്കും അറിവില്ലായിരുന്നു. ഇങ്ങനെ നടന്ന് പോയപ്പോഴാണ് എനിക്ക് പരിചയമുള്ള ധാരാളം ഓട്ടോറിക്ഷക്കാരുണ്ട്. ഓരോ കേസിൻ്റെയും ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും വിവരമുണ്ടെ അറിയിക്കുന്നത് ഒക്കെ അവിടുത്തെ ഓട്ടോറിക്ഷക്കാർ, അവിടുത്തെ തൊഴിലാളികളൊക്കെയാണ്. അവരായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നത്. അങ്ങനെ അന്വേഷണത്തിനിടയിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ എന്നോട് ഒന്ന് പറയുകയാണ്, സാറേ ഒരാളെ ഞാൻ എൻ്റെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയിരുന്നു, ചാലക്കുടിക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ സമയം നഷ്ടപ്പെടുത്തിയില്ല. ഉടനെ തന്നെ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ കയറി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് കയറി ആ ഓട്ടോറിക്ഷയിൽ കയറി നേരെ ചാലക്കുടിയിലേക്ക് പോവുകയാണ്. ചാലക്കുടിയിലേക്ക് പോകുമ്പോഴെല്ലാം ഈ കൊണ്ടുവിട്ട ആളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ആൾക്കൊന്നും ആളെക്കുറിച്ച് പ്രത്യേക അറിവൊന്നുമില്ല. ഈ അറിവ് ഓർമ്മയിലേക്ക് അവൻ്റെ ഓർമ്മകൾ തിരിച്ചു വരുന്നതിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ചാലക്കുടി എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒറ്റ കാര്യമാണ് അവൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നത്. സാറേ, അവൻ ചാലക്കുടിയിൽ ആ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന തിരിവിൽ ഒരു ഫൈനാൻസിൽ നിന്ന് ഒരു 100 രൂപ കടം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് വലിയൊരു വഴിത്തിരിവായിരുന്നു. വേഗം അവൻ ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു, നീ ആ ഫൈനാൻസിൻ്റെ മുമ്പിൽ നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫൈനാൻസുകാരൻ്റെ മുമ്പിൽ ഇറങ്ങി ഫൈനാൻസിലെ ആ സ്ഥാപനത്തിൻ്റെ ഉടമയോട് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും ആൾ എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച. സാധാരണ അങ്ങനെ തന്നെയാണ് ചെയ്യുക. പോലീസ് ഒന്ന് ചോദിച്ചാൽ ആദ്യം ഇല്ല എന്നാണ് ആദ്യം ഉത്തരം പറയുക. ഇനി വല്ല പുലിവാല് പിടിക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. കുറേയധികം വളരെ മയപ്പെടുത്തി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അവൻ സാധാരണ ഈ ഫൈനാൻസിൽ വന്ന് സ്വർണമൊക്കെ പണയം വയ്ക്കുന്ന ആളാണ്, എനിക്ക് പരിചയമുള്ള ആളാണെന്ന് പറഞ്ഞു. വലിയ അവൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വെച്ചു. അയാൾക്ക് അവൻ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ അറിയാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ അന്നുണ്ടായിരുന്ന ഇരിഞ്ഞാലക്കുട CA സാറിനെ വിളിച്ച് വിവരം പറയുകയും ഇങ്ങനൊരു വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം നമുക്ക് പറഞ്ഞു, നമുക്ക് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി, നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളൊരു 12 മണി വരെ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ രാത്രി CAയും ടീമും വന്നു. ഞങ്ങൾ ആ ഫൈനാൻസറിനെ കൊണ്ട് ഇവൻ്റെ വീട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വണ്ടിയിൽ പോയി. ജീപ്പ് പുറകെയും ഞങ്ങൾ വേറൊരു വണ്ടിയിലുമാണ് പോയത്. ഞങ്ങൾ കാടുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ആ കാടുകുറ്റിയിൽ ഇവൻ കാണിച്ചെന്ന വീട്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ പട്ടിയുറക്കം ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. ആ വീട് കാണിച്ചു തന്നു. അദ്ദേഹം ആ കാണിച്ച നാൾ മടങ്ങിപ്പോയി. ഞങ്ങൾ വീടിന് ചുറ്റും നിന്ന് വിളിച്ചപ്പോൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു. പേര് ചോദിച്ചപ്പോൾ ആളുടെ പേര് പറഞ്ഞു. എന്താ ജോലി എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മരക്കച്ചവടമാണ് ജോലി എന്ന് പറഞ്ഞു. അവൻ്റെ പെരുമാറ്റത്തിൽ ഞങ്ങൾ ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. അവനോട് കാര്യങ്ങൾ ചോദിച്ചു. നീ ഇന്ദിരാ വികാസ് പത്ര വിൽക്കാൻ വേണ്ടി ഇരിഞ്ഞാലക്കുടയിൽ എത്തിയെന്ന് വെച്ച് ആദ്യമൊന്നും കാര്യമായി സംസാരിച്ചില്ല, അവൻ സമ്മതിച്ചില്ല. അവസാനം കുറേ കാര്യങ്ങൾ ചോദിച്ചതിനൊടുവിൽ ഞങ്ങൾ ഒന്ന് വീട് കയറി പരിശോധിച്ചു. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ആ വീട്ടിൽ നിന്ന് ധാരാളം ഇലക്ട്രോണിക് സാധനങ്ങൾ, ഡ്രസ്സുകൾ ഒക്കെ കണ്ടെടുക്കാൻ കഴിഞ്ഞു. അവസാനം അവന് സമ്മതിക്കേണ്ടതായിട്ടും വന്നു.
ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടി ഇവൻ്റെ ഒരു മോഡസ് എന്ന് പറഞ്ഞാൽ ഓരോ കള്ളന്മാർക്കും ഓരോ മോഡസ് ഉണ്ട്. ആ മോഡസ് തന്നെ പ്രത്യേകമാണ്. ഓരോ കള്ളന്മാരും അവർ കളവ് ചെയ്യാൻ പോകുമ്പോൾ ചില ആളുകൾ ബാക്ക് ഡോറ് തുറന്നാണ് കിടക്കുക, ചില ആളുകൾ ജനൽ കമ്പി വളച്ചായിരിക്കും ഉള്ളിൽ കിടക്കുന്നത്, ചില ആളുകൾ കിടക്കുന്നത് അപ്സ്റ്റെയറിൽ കൂടിയായിരിക്കും കളവിന് ഉള്ളിൽ പ്രവേശിക്കുക, ചില ആളുകൾ എക്സോസ്റ്റിംഗ് ഫാൻ പോലും തല്ലി തുറന്നിട്ടാണ് കളവ് നടത്തുക. ചില കള്ളന്മാർ പുറത്തെന്തെങ്കിലും ബഹളമുണ്ടാക്കി വീട്ടിലുള്ളവരെ പുറത്തേക്കിറക്കി അവരെ ആക്രമിച്ചുകൊണ്ട് ചെയ്യുന്ന കുറേ ടീമുകളുണ്ട്. അതുകൂടാതെ നമ്മളെ കുറവാ സംഘങ്ങളുണ്ട്. കുറവാ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ടീമാണ്. അവർ കളവിന് വരുമ്പോൾ ഒരുമിച്ചാണ് വീടിന് മുമ്പിൽ വരിക. അവർ വീട് മുട്ടി വിളിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി വീട്ടുകാരെ ഉണർത്തുകയും ചെയ്യും. പുറത്തു വന്നു കഴിഞ്ഞാൽ ആക്രമിച്ച് വീടിനുള്ളിൽ കയറി മോഷണം നടത്തുന്ന കുറവാ സംഘങ്ങളും ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കള്ളന്മാരും ഉള്ളത്. അത് അടുത്ത എപ്പിസോഡിൽ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴും നമുക്കത് വ്യക്തമാക്കാവുന്നതാണ്. ഇവൻ്റെ കളവിൻ്റെ മോഡസ് എന്ന് പറഞ്ഞാൽ വാതിലിൻ്റെ ഫ്രണ്ട് ഡോറാണ് പൊളിക്കുക. ഫ്രണ്ട് ഡോർ തിക്കി കുത്തി പൊളിക്കുന്ന രീതിയാണ് ഈ മോഷ്ടാവിൻ്റെത്. അതുമാത്രമല്ല, വീട്ടിൽ നിന്ന് കിട്ടാവുന്ന സാധനങ്ങളെല്ലാം വലിച്ചു വാരി കൊണ്ടുപോകും. ഇലക്ട്രോണിക് സാധനം എടുത്തതിന് പുറമെ വസ്ത്രങ്ങളെടുക്കും. അതേപോലെ തന്നെ പല വ്യഞ്ജന സാധനങ്ങൾ, കരയാമ്പ്, നല്ല 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 വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകും. ഈ കേസിൽ വളരെ തെളിവായത് ഇവൻ അന്ന് മോഷ്ടിച്ച, അന്ന് VCP ഒക്കെയാണ് ഇലക്ട്രോണിക് സാധനങ്ങളാണ്. പല വീടുകളിൽ നിന്നും മോഷ്ടിച്ച സാധനങ്ങൾ അതേ രൂപത്തിൽ കിട്ടിയതുകൊണ്ട് കേസിന് വളരെ എളുപ്പമായി. അവൻ മോഷ്ടിച്ചെടുത്ത സ്വർണ്ണങ്ങൾ മൊത്തം കണ്ടെടുക്കാനും കഴിഞ്ഞു. മറ്റൊരു പ്രത്യേകത, ഇവനെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആളെ മനസ്സിലായി. നമ്മൾ തൊട്ടടുത്ത തൃശ്ശൂർ ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന്, മാള പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ വർഷങ്ങളോളം കാണാതായിട്ടുള്ള പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഒരു മോഷ്ടാവായിരുന്നു ആ വ്യക്തി എന്നുള്ളതാണ് കാര്യം. ഒരു 10-16-17 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മോഷ്ടാവിനെ വീണ്ടും പിടികൂടാൻ കഴിഞ്ഞത്. ഈ സംഭവം ആ നാട്ടിലുണ്ടായിരുന്ന, അന്ന് ആ ഇരിഞ്ഞാലക്കുട ഭാഗത്തുണ്ടായിരുന്ന മോഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. അൽ ബുസ്താൻ ഫാമിലി റെസ്റ്റോറന്റ് രുചിയുടെ പെരുമഴ തീർത്തുകൊണ്ട് അഷ്ടമിച്ചിറയിലും. നിങ്ങൾക്ക് കലർപ്പില്ലാത്ത ഫുഡ് കഴിക്കണോ? വരൂ അഷ്ടമിച്ചിറ അൽ ബുസ്താനിലേക്ക്. ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് മലയാളിക്ക് പുതിയൊരു ഭക്ഷണാനുഭൂതി പകർന്നുകൊണ്ട് പുത്തൻ ഭക്ഷണ സംസ്കാരത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. വെജിറ്റേറിയൻ, നോൺ വെജ്, അറേബ്യൻ ഭക്ഷണങ്ങളുടെ ഒരു കലവറ തന്നെ ഞങ്ങൾ നിങ്ങൾക്കായി തുറക്കുന്നു. അൽ ബുസ്താൻ സ്പെഷ്യൽ ഐറ്റംസ്: മിക്സ് ഷവർമ, ബീഫ് ആൻഡ് ചിക്കൻ മെക്സിക്കൻ ഷവർമ, അൽഫാം, ഡ്രാഗൺ അൽഫാം, ബട്ടർ അൽഫാം, വിവിധ ഇനം ചായകൾ, ജ്യൂസുകൾ, ചോക്ലേറ്റ്സ്, നട്ട്സ്, നല്ല നാടൻ ഇലയിൽ വിവിധ ഇനം കറികളോടെ വെജിറ്റബിൾ മീൽസ്, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, മട്ടൻ വിന്താലോ, മട്ടൻ മന്തി, ബീഫ് മന്തി, ചിക്കൻ മന്തി, ചിക്കൻ ഷവർമ, ബീഫ് ഷവർമ, മെക്സിക്കൻ പെരി പെരി ഷവർമ, വിവിധ ഇനം ഷേക്കുകൾ, കുഴിമന്തി, അൽഫാം മന്തി, തവ മന്തി, ബിരിയാണി, കപ്സ എന്നിങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ്. കൂടാതെ കുട്ടികൾക്ക് കളിക്കുവാൻ ചിൽഡ്രൻസ് പാർക്ക് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ അൽ ബുസ്താൻ ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ്, അഷ്ടമിച്ചിറ, മാള. ഫോൺ നമ്പർ 048029990100. മറ്റൊരു നമ്പർ 7736203452.